എല്ലാവർക്കും ചെമ്പരത്തിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ തൃച്ചംബരത്തെത്തിയ ഇളയച്ചൻ വിവരിക്കുകയാണ് ഇപ്പോൾ ശിവരാമകൃഷ്ണനുണ്ടായ അപകടം വരാൻ പോകുന്ന വലിയൊരു മഹാവിപത്തിന്റെ സൂചനയാണ് എന്നുള്ളത്. അതിനായി ചെയ്യേണ്ട പരിഹാരകർമ്മം കൂടി ഇളയച്ചൻ പറയുകയാണ്. 36 യാമങ്ങൾക്കുള്ളിൽ ഇപ്പോൾ അധികാരമുള്ള വ്യക്തി ആ അധികാരം കൈവശം ഇരിക്കുന്ന അധികാരം എത്രയും പെട്ടെന്ന് ഒഴിയണം. അതായത് അഖിലാണ്ടേശ്വരി സ്ഥാനമൊഴിയണം. എത്രയും പെട്ടെന്ന് തന്നെ മൂത്ത മരുമകൾക്ക് ആ സ്ഥാനം കൈമാറണം. പെട്ടെന്ന് അഖിലയുടെ ഭാവം മാറുമ്പോൾ ഇളയച്ചൻ വിശദീകരിക്കുകയാണ്. അതിന് മൂത്ത മരുമകൾ അനുയോജ്യല്ല എന്നുണ്ടെങ്കിൽ മൂത്ത മകൻ അതായത് തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ വീണ്ടും ഒരു പുനർവിവാഹം കഴിക്കണം. ഇളയച്ചന്റെ ഈ അവസാന വാക്കുകൾ എല്ലാവരിലും ഞെട്ടലുണ്ടാക്കുകയാണ്. ആനന്ദ് ഒരുപോലെ ഞെട്ടുമ്പോൾ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് കല്യാണി. അതിനുശേഷം കല്യാണി സമയമെടുത്ത് ആലോചിച്ചതിനു ശേഷം താൻ ദൈവത്തെ പോലെ കാണുന്ന ശിവരാമകൃഷ്ണ സാറിന്റെ ജീവന് വേണ്ടി തന്റെ താലി ഉപേക്ഷിക്കാൻ കല്യാണി തയ്യാറാവുകയാണ്. ആ തീരുമാനം കല്യാണി അഖിലാണ്ടേശ്വരി അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ കല്യാണിയുടെ ഈ തീരുമാനത്തിൽ ആകെ പകച്ചു നിൽക്കുകയാണ് അഖിലാണ്ടേശ്വരി. അവൻ അതിന് തയ്യാറാകുമോ എന്ന് അഖില ചോദിക്കുന്നുണ്ട്. അന്നേരം കല്യാണി പറയുന്നുണ്ട്, മാഡത്തിന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഇത് ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന്. പിന്നീട് കല്യാണി തന്നെ ഇക്കാര്യം ആനന്ദിനെ അറിയിക്കുകയാണ്. കല്യാണിയുടെ ഈ തീരുമാനത്തിൽ ആകെ പകച്ചു നിൽക്കുകയാണ് ആനന്ദ്. താൻ തള്ളി പറഞ്ഞിട്ടും തന്റെ കൂടെ നിന്ന കല്യാണി ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്താണെന്ന് ആലോചിച്ചു നിൽക്കുകയാണ് ആനന്ദ്. ഇതൊരിക്കലും നടക്കില്ല എന്ന് ആനന്ദ് പറയുമ്പോൾ വലിയ കുഞ്ഞിന് എന്നെ ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ ഇത് നടത്തിയേ മതിയാവൂ എന്ന് പറയുകയാണ് കല്യാണി. പിന്നീട് ആനന്ദ് തന്നെ സുബ്രുവിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം സുബ്രു പറയുകയാണ്, വിചിത്രമായ ഒരു തീരുമാനം തന്നെ ഇത്. സ്വന്തം ഭാര്യ തന്നെ ഭർത്താവിനെ വീണ്ടും കല്യാണം കഴിപ്പിക്കാൻ ഒരുങ്ങിയിറങ്ങിയിരിക്കുന്നു. കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണെന്നും പറഞ്ഞ് സുബ്രു കല്യാണിയെ പരിഹാസത്തോടെ നോക്കുകയാണ്. പക്ഷെ ആർക്കും മുഖം കൊടുക്കാതെ നിൽക്കുകയാണ് കല്യാണി. കല്യാണിക്കറിയാം തൃച്ചംബരത്തിന്റെ പ്രൗഢിയും അന്തസ്സുമൊക്കെ മുറുകെ പിടിക്കുന്ന അഖിലാണ്ടേശ്വരി തനിക്ക് അവകാശം കൈമാറാൻ ഒരിക്കലും തയ്യാറാവില്ല എന്നുള്ളത്. അങ്ങനെ അധികാരം കൈമാറാതിരുന്നാൽ ശിവരാമകൃഷ്ണ സാറിന്റെ ജീവനാപത്താണെന്ന് കല്യാണിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കല്യാണി ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. ഇനിയും ഒരു കല്യാണ മണ്ഡപം കൂടി ആനന്ദിന് ഒരുങ്ങുമോ എന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.